വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ വരുന്ന 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? LHS is equal to 1 plus tan A 1 plus tan A plus എന്താണ് കോട്ട് എ ബ്രാക്കറ്റ്. പിന്നെ ബാക്കി പുറത്ത് എന്താ ഉള്ളത്? സൈൻ എ മൈനസ് കോസ് എ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് എഴുതി? 1 പ്ലസ് ടാൻ എ പ്ലസ് കോട്ട് എ, ദെൻ ബ്രാക്കറ്റിൽ സൈൻ എ മൈനസ് കോസ് എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഇക്വേഷനെ നമ്മളിനി എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്യാണ്. സോ 1 പ്ലസ് സൈൻ എ ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ ബൈ കോസ് എ എന്ന് എഴുതാം. പ്ലസ് കോട്ട് എ എന്ന് പറയുകയാണെങ്കിൽ കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ഇക്വേഷൻ എഴുതുന്ന പ്രകാരം 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ പ്ലസ് കോസ് എ ബൈ സൈൻ എ എന്ന് എഴുതുന്നു. പിന്നെ ബ്രാക്കറ്റിൽ ബാക്കിയുള്ള സംഖ്യ അതേതാണ്? സൈൻ എ മൈനസ് കോസ് എ എന്ന് പറയുന്ന ടേമാണ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ LCM കാണുന്നു. LCM കണ്ടതിന് ശേഷം ഈ ടേം നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് വരും? സൈൻ എ കോസ് എ പ്ലസ് എന്താണ് വരിക? ഇവിടെ നമുക്ക് എന്താണ് വരിക? സൈൻ സ്ക്വയർ എ പ്ലസ് ഇപ്പുറത്ത് നമുക്ക് എന്ത് വരും? കോസ് സ്ക്വയർ എ, ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്കിവിടെ എന്ത് വരുന്നു? സൈൻ എ കോസ് എ എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ദെൻ ബ്രാക്കറ്റിൽ ഇവിടെ എന്താണ് വരുന്നത്? സൈൻ എ മൈനസ് കോസ് എ എന്നും നമുക്കിവിടെ നോട്ട് ചെയ്യുവാനായിട്ട് പറ്റും. കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്നും കൂടി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കണ്ടീഷൻ ഇതാണ്: സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് എ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് എന്തായിട്ട് മാറുന്നു? കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ എ ദെൻ ടാൻ എ മൈനസ് കോസ് എ കോട്ട് എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ന് പറയാനായിട്ട് പറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പ്രഷൻ പ്രകാരം ഇത് എന്ന് പറയുന്നത് എന്താണ്? RHS ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സൈൻ എ ടാൻ എ മൈനസ് കോസ് എ കോട്ട് എ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ഇതുപോലുള്ള കുറച്ചും കൂടി വളരെ സ്റ്റെപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്നാലാണ് നമുക്ക് ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.